അമ്മ മടിയിൽ. മാദ്രെ, യേശുവിന്റെ അമ്മ അവിടെയുണ്ടായിരുന്നു. ഒക്ടോബർ 1 മുതൽ 31 വരെ പരിശുദ്ധ അമ്മയോട്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഒക്ടോബർ 27. ഒരിക്കൽ മിസ്റ്റർ ഫ്രാൻസിസ് അസീസിക്ക് ഒരു ദർശനമുണ്ടായി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആത്മീയ തനയരും കൂടി ഒരു സോപാനത്തിന്റെ സമീപം നിൽക്കുന്നതായും ആ സോപാനത്തിന്റെ ഉച്ചിയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സിംഹാസനൂഢനായിരിക്കുന്നതും മിസ്റ്റർ ഫ്രാൻസിസും അദ്ദേഹത്തിന്റെ ആത്മീയ സുതനും കൂടി ആ സോപാനത്തിലൂടെ മിശിഹായുടെ പക്കൽ അണയുവാൻ വളരെ സമയം പരിശ്രമിക്കുന്നതും എന്നാൽ അവർക്ക് അത് സാധിക്കാതിരിക്കുകയും കുറെ കഴിഞ്ഞപ്പോൾ മിസ്റ്റർ ഫ്രാൻസിസ് വേറൊരു സോപാനം ദർശിക്കുന്നു. അതിൻ്റെ ഏറ്റവും മുകളിൽ വിശുദ്ധ കന്യക വേറൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടയായിരിക്കുന്നത് കണ്ടു. അതോടൊപ്പം ഒരു അശരീരി വാക്യവും അദ്ദേഹം ശ്രവിക്കുകയാണ്. മിസ്റ്റർ ഫ്രാൻസിസെ, നിന്റെ പുത്രരെ എൻ്റെ അമ്മയുടെ സോപാനത്തിലേക്ക് നയിക്കുക. അതാണ് എൻ്റെ പക്കൽ വരുവാനുള്ള ഏറ്റവും സുഗമമായ മാർഗം. അത് ഈശോയിലേക്ക് മറിയം വഴി എന്നതും സഭാപിതാക്കന്മാരുടെ മുദ്രാവാക്യമായിരുന്നു. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് പരിശുദ്ധ അമ്മയോടുകൂടി പ്രാർത്ഥിക്കാം. ഈശോയിലേക്ക് സമീപിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും സാന്നിധ്യവും മധ്യസ്ഥവും ഒക്കെ ആവശ്യമാണെന്ന് ഇതിലൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നു. പരിശുദ്ധ അമ്മയെ മാതാവേ, ദൈവം അവിടുത്തെ അനുഗ്രഹങ്ങളുടെ നിക്ഷേപം അങ്ങയെ ബലമേൽപ്പിച്ചിരിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുമ്പോഴും ആഗ്രഹിക്കുന്ന വിധത്തിലും ആഗ്രഹിക്കുന്നവർക്കും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നൽകുന്നു. ഞങ്ങളുടെ ആധ്യാത്മികവും ലൗകികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. ലോക സമാധാനം, പാപികളുടെ മാനസാന്തരം, ക്രൈസ്തവ ഐക്യം എന്നിവയ്ക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ. ആമേൻ.